HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു. അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. വ്യാജ വീഡിയോ തടയാൻ സോഫ്റ്റ്വെയർ റെഡി. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ച എണ്ണ കമ്പനികൾ. ഹാർദിക് പാണ്ഡ്യയെ ഇനി മറക്കില്ല അശ്വനി കുമാറിനെ. വിഷു ബമ്പർ വിപണിയിലെത്തി. ഇന്ത്യയിൽ ഉടൻ എത്തുമെന്ന് സുനിത. ഭാരത് വിഭൂഷൺ അവാർഡ് നേടി 1.5 വയസ്സുകാരി. ജീവിത ചെലവ് കൂടിയ നഗരങ്ങളിൽ കൊച്ചിയും. ശിവഗിരിയിൽ 3 ദിവസത്തെ സഹവാസ ക്യാമ്പ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. വ്യാജ വീഡിയോ തടയാൻ സോഫ്റ്റ്വെയർ റെഡി. ചിത്രങ്ങളിലും വീഡിയോയിലും കൃത്രിമം കാട്ടി പ്രചരിപ്പിക്കുകയും ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയും ചെയ്യുന്നത് തടയാൻ വികസിപ്പിച്ച സോഫ്റ്റ്വെയറിന് മലയാളിക്ക് പേറ്റന്റ്. കൊല്ലം തങ്കശ്ശേരി സ്വദേശിയും ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ലെക്ചറുമായ ലിഞ്ചു ലോറൻസ് ആണ് ഈ നേട്ടം കൈവരിച്ചത്. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ PhD സ്കോളറായ ലിഞ്ചു ഗൈഡ് ഡോക്ടർ R ശ്രീലക്ഷ്മിയുടെ മേൽനോട്ടത്തിലാണ് ഇത് വികസിപ്പിച്ചത്. സർവെയിലൻസ് ക്യാമറ, മൊബൈൽ ഫോൺ, ഡാഷ്ബോർഡ് ക്യാമറകൾ തുടങ്ങിയവയിൽ ഇൻസ്റ്റാൾ ചെയ്ത ഇവയിൽ റെക്കോർഡ് ആകുന്ന വീഡിയോകൾ സുരക്ഷിതമായിരിക്കും. പിന്നീട് മാറ്റം വരുത്താൻ കഴിയില്ല. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ച എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറുകൾക്ക് 41 രൂപയാണ് കുറച്ചത്. ഡൽഹിയിൽ പുതുക്കിയ റീറ്റെയിൽ വിൽപ്പന വില ഇപ്പോൾ 1762 രൂപയാണ്. ചെന്നൈയിൽ വില 1921.50 കൊച്ചിയിൽ 1767 മുതൽ 1769 രൂപ നിരക്കിലാകും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക. ഹാർദിക് പാണ്ഡ്യയെ ഇനി മറക്കില്ല അശ്വനി കുമാറിനെ. കഴിഞ്ഞ രാത്രി വാങ്കഡെ സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ടോസിങ്ങിനെത്തിയ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയോട് TV അവതാരകൻ രവി ശാസ്ത്രി ടീമിലെ മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു പുതുമുഖം കളിക്കാനുണ്ടെന്നു പറഞ്ഞ പാണ്ഡ്യ പക്ഷേ ആ പേര് മറന്നുപോയി. കുറച്ചുനേരം ഒന്ന് ആലോചിച്ച ശേഷമാണ് പറഞ്ഞത് അശ്വനി കുമാർ. പക്ഷേ സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ ജയത്തോടെ മത്സരം അവസാനിച്ചപ്പോൾ കളി കണ്ടിരുന്നവരുടെ എല്ലാം മനസ്സിൽ തത്തിക്കളിച്ചത് ആ അരങ്ങേറ്റക്കാരൻ മീഡിയം പേസറുടെ പേരാണ് അശ്വനി കുമാർ. ആദ്യ മത്സരത്തിൽ ചെന്നൈക്കെതിരെ അവതരിപ്പിച്ച മലയാളി ചൈനാമാൻ സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിനെ പോലെ മുംബൈ ഇന്ത്യൻസിന്റെ പുതുമുഖങ്ങളെ കണ്ടെത്തുന്ന സ്കൗട്ടിംഗ് ടീമിന്റെ മറ്റൊരു സംഭാവനയാണ് അശ്വനി കുമാർ എന്ന പഞ്ചാബുകാരൻ ഇടം കയ്യൻ മീഡിയം പേസർ. ആഭ്യന്തര സർക്യൂട്ടിൽ പഞ്ചാബിനു വേണ്ടി 4 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂവെങ്കിലും അശ്വനിയിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് താരലേലത്തിൽ 30 ലക്ഷം നൽകി മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിലെത്തിച്ചു. വിഷു ബമ്പർ വിപണിയിലെത്തി. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറി വിപണിയിലെത്തി. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 6 സീരീസുകളിലായി വിൽപ്പനയ്ക്കെത്തിയ വിഷു ബമ്പറിന്റെ രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 6 സീരീസുകളിലും നൽകും. 3, 4 സമ്മാനങ്ങൾ 10 ലക്ഷം, 5 ലക്ഷം എന്ന ക്രമത്തിൽ ലഭിക്കും. ടിക്കറ്റ് ഒന്നിന് 300 രൂപ വിലയുള്ള വിഷു ബമ്പറിൽ 5000 മുതൽ 300 രൂപയിൽ അവസാനിക്കുന്ന ചെറിയ സമ്മാനങ്ങളുമുണ്ട്. മെയ് 28-ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ഇന്ത്യയിൽ ഉടൻ എത്തുമെന്ന് സുനിത. ഇന്ത്യയിലേക്ക് ഉടൻ എത്തുമെന്നും ISRO അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സുനിത വില്യംസ്. 9 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ശേഷം മാർച്ച് 19-നാണ് നാസ സഞ്ചാരികളായ സുനിതയും ബുച്ച് വിൽമോറും തിരിച്ചെത്തിയത്. നിലവിൽ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ പരിശീലനത്തിൽ കഴിയുന്ന ഇരുവരും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ വളരെ മനോഹരമാണെന്നും ഓരോ തവണയും ഹിമാലയത്തിന് മുകളിലൂടെ പോകുമ്പോൾ അത്ഭുതകരമായ കാഴ്ചയാണെന്നും സുനിത പറഞ്ഞു. ഇന്ത്യയിലെ കഴിയുന്നത്ര ആളുകളുമായി അനുഭവങ്ങൾ പങ്കിടാം.
ഇന്ത്യ മഹത്തായ രാജ്യമാണ്. ബഹിരാകാശത്ത് ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന അത്ഭുതകരമായ ജനാധിപത്യ രാജ്യമാണ്. അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ രാത്രി പ്രകാശത്തിൻ്റെ ഒരു ശൃംഖല പോലെയാണ് ഇന്ത്യ കാണപ്പെടുന്നത്, സുനിത പറഞ്ഞു. സുരക്ഷിതമായി തിരിച്ചെത്തിച്ചതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സ്പേസ് എക്സിനും ഉടമ ഇലോൺ മസ്കിനും സുനിതയും വിൽമോറും നന്ദി അറിയിച്ചു. ഭാരത് വിഭൂഷൺ അവാർഡ് നേടി 1.5 വയസ്സുകാരി. നാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ ഭാരത് വിഭൂഷൺ അവാർഡിലൂടെ ശ്രദ്ധേയമായി 1.5 വയസ്സുകാരി. ആഴാംകോണം ലക്ഷ്മിയിൽ മോഹിതിന്റെയും വിനോദിനിയുടെയും മകൾ തൃപ്തിയെയാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. മൃഗങ്ങൾ, വസ്ത്രങ്ങൾ, ശരീരഭാവങ്ങൾ, ഗതാഗതം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ 240ഓളം വസ്തുക്കൾ തിരിച്ചറിയാനുള്ള കഴിവിലൂടെ നേരത്തെ തന്നെ ഇന്ത്യ ബുക്ക് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. പിന്നീട് എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ ജീനിയസ് കിഡ് വിഭാഗത്തിൽ കലാം വേൾഡ് റെക്കോർഡും യങ് അച്ചീവർ വിഭാഗത്തിൽ നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകുന്ന ഭാരത് വിഭൂഷൺ അവാർഡും കരസ്ഥമാക്കുകയായിരുന്നു. ജീവിതച്ചെലവ് കൂടിയ നഗരങ്ങളിൽ കൊച്ചിയും. ജീവിതച്ചെലവേറിയ രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചിക്ക് 15ാം സ്ഥാനം, മുംബൈക്കാണ് 1ാം സ്ഥാനം. മാർച്ചിൽ 27,265.5 രൂപയായിരുന്നു കൊച്ചിയിൽ മധ്യവർഗത്തിലെ ഒരാളുടെ ജീവിതച്ചെലവ്. തിരുവനന്തപുരത്തെ ചെലവ് കൊച്ചിയുടേതിൽ നിന്ന് 3.3% കുറവാണ്. ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയതാണ് കേരളത്തിലെ ജീവിതച്ചെലവ് കൂട്ടിയതെന്ന് നാട്ടിലെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.7% കേരളത്തിലുള്ളത്. രാജ്യത്ത് ഉപയോഗിക്കുന്ന സാധന സേവനങ്ങളുടെ 10%-ലധികവും കേരളത്തിലാണ്. ശിവഗിരിയിൽ 3 ദിവസത്തെ സഹവാസ ക്യാമ്പ്. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളെയും ദർശനത്തെയും ആഴത്തിൽ പഠിച്ചറിയുന്നതിനും ആത്മീയ സാധന പരിശീലനത്തിനും വേണ്ടി ത്രിദിന സഹവാസ ക്യാമ്പ് മെയ് 10, 11, 12 തീയതികളിലായി ശിവഗിരിയിൽ നടക്കും. ഗുരുദേവ കൃതികളിലും ഗുരുദർശനത്തിലും ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ആചാര്യന്മാർ, സന്യാസിമാരുമാണ് ക്ലാസ് എടുക്കുന്നത്. ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ അധ്യക്ഷൻ ക്യാമ്പിന്റെ മുഖ്യാചാര്യനായിരിക്കും. ശിവഗിരി മണ്ഡലത്തിന്റെ പോഷക സംഘടനയാണ് ധർമ്മമീമാംസം സഹവാസ ക്യാമ്പ് നടത്തുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. വ്യാജ വീഡിയോ തടയാൻ സോഫ്റ്റ്വെയർ റെഡി. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ച എണ്ണ കമ്പനികൾ. ഹാർദിക് പാണ്ഡ്യയെ ഇനി മറക്കില്ല, അശ്വനി കുമാറിനെ. വിഷു ബമ്പർ വിപണിയിലെത്തി. ഇന്ത്യയിൽ ഉടൻ എത്തുമെന്ന് സുനിത. ഭാരത് വിഭൂഷൺ അവാർഡ് നേടി 1.5 വയസ്സുകാരി. ജീവിതച്ചെലവ് കൂടിയ നഗരങ്ങളിൽ കൊച്ചിയും. ശിവഗിരിയിൽ 3 ദിവസത്തെ സഹവാസ ക്യാമ്പ്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ആഴ്ച ചോദ്യോത്തര പങ്ക്തി ഉണ്ടായിരിക്കുന്നതല്ല. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.